അസ്യൂസ് സെൻഫോൺ 2 ലേസർ 5.5 ഫോണിൽ VoLTE അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജിയോ സിം ഉപയോഗിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പ്രധാന പ്രോബ്ലം അസ്യൂസ് ഫോണുകളിൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യാത്തതാണ്. അതിന് ജിയോ വോയിസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മിക്കവരും ഇപ്പോൾ തന്നെ കോൾ അല്ലെങ്കിൽ SMS എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അസ്യൂസ് ഫോണുകളിൽ കൂടെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേഷൻ മാനുവലായിട്ട് ചെയ്തുകൊണ്ട് വോൾട്ടി നമുക്ക് സെൻഫോൺ 2 ലേസറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെൻഫോൺ 2 ലേസറിൽ വോൾട്ടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിംഗ് നോക്കണം. അതിൽ നമ്മൾ എബൌട്ടിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളതിൽ കാണാം. അതിൽ ബിൽഡ് നമ്പർ, ഈ ബിൽഡ് നമ്പറിൽ 21.40.1220.1877 എന്ന ഫേംവെയറാണ് ഇപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിവിടെ വോൾട്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഫേംവെയർ ഉള്ളവർക്ക് ഓൾറെഡി വോൾട്ടി സപ്പോർട്ടിംഗ് ആണ്. അവരുടെ സെറ്റിങ്ങിൽ തന്നെ 4G ഇനേബിൾ ചെയ്താൽ മതി. 4G ഇനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റിങ്ങിൽ തന്നെ മൊബൈൽ നെറ്റ്വർക്ക്, സെല്ലുലാർ നെറ്റ്വർക്ക് എന്നാണ് ഇപ്പോൾ വരുന്നത്. അതിൽ എൻഹാൻസ്ഡ് 4G LTE മോഡ് ഇത് ഓണാക്കിയാൽ മാത്രം മതി. അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫേംവെയറിൻ്റെ മോഡൽ 1877 ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഈ LTE മോഡ് ഓണാക്കിയാൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഏത് ഫേംവെയർ ആണെന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ അസ്യൂസ്, ഞാൻ കുറച്ച് മുമ്പ് എടുത്താണ്, അസ്യൂസിൻ്റെ സൈറ്റിൽ പോവുക. അസ്യൂസിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അസ്യൂസ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ബാറിൽ നമുക്ക് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക. പ്രൊഡക്ട്സിൽ ഫോൺ സെലക്ട് ചെയ്യുക. ഫോണിൽ സെൻഫോൺ 2 ലേസർ സെലക്ട് ചെയ്യുക. സെൻഫോൺ 2 ലേസർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻഫോൺ 3 ലേസർ അങ്ങനെയുള്ള പല മോഡലുകളാണ്. നമ്മൾ സെൻഫോൺ 2 ലേസർ 5.5 ZD550KL എന്ന മോഡലാണ്. നമ്മൾ ആ മോഡലിലേക്ക് പോവുക. അത് ലോഡാകുന്നുണ്ട് സൈറ്റ്. ലോഡ് അതിന് ശേഷം നമുക്കിവിടെ സപ്പോർട്ട് എന്ന് കാണാം. അത് സപ്പോർട്ടിൽ പോവുക. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ സെൻഫോൺ 2 ലേസറിൻ്റെ അടുത്തൊരു വിൻഡോ ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഡ്രൈവർ ടൂൾസ്, FAQ, വാറണ്ടി, മാനുവൽ ഡോക്യുമെൻറ്റ്. നമ്മളിതിൽ ഡ്രൈവർ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് സപ്പോർട്ട് ഡ്രൈവർ ടൂൾസ് എന്ന് കാണാം. ഇതിൽ പ്ലീസ് സെലക്ട് OS എന്ന് കാണാം. അതിൽ നമ്മൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക. ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം 36 ഫയൽ ഫൗണ്ട്. അതിൽ രണ്ടാമത് കാണുന്ന ഫേംവെയർ പോവുക. ഫേംവെയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റാണ് 0.1877 എന്നുള്ളത്. ഇത് അല്ലാത്ത ഫേംവെയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 1794 ആണ് നിങ്ങളുടെ ബിൽഡ് നമ്പർ എങ്കിൽ നിങ്ങൾ ഈ 1877 ഈ ഗ്ലോബൽ എന്നുള്ള ഇത് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. അല്ലാതെ മാഷ്മെല്ലോ ഉപയോഗിക്കുന്നവർക്ക് 1708 ആണെങ്കിൽ ആദ്യം ഈ രണ്ട് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം ഈ 1794 എന്ന ഫയൽ ഇവിടെ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ഫ്രം ഗ്ലോബൽ. അപ്പോൾ ഗ്ലോബലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ഓപ്പൺ വിത്ത് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇപ്പോൾ ഡൗൺലോഡിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതൊരു സിപ്പ് ഫയലാണ്. ഈ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം അത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ് എന്നൊരു ഫോൾഡറിലായിരിക്കും സേവ് ആകുക. ഒരു 1.57 GB വരും. അപ്പോൾ ഈ 1.57 GB വരുന്ന സിപ്പ് ഫയൽ നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ മാനേജർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് പോവുക. ഫയൽ മാനേജറിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഡൗൺലോഡിങ്ങിലായിരിക്കും വന്നിരിക്കുന്നത്. നമ്മൾ ആ ഡൗൺലോഡിങ്ങിൽ ഉള്ള ഇപ്പോൾ ഈ കാണുന്ന സിപ്പ് ഫയൽ
ഇത് ഡൗൺലോഡ് ആകുന്നേ ഉള്ളൂ. ഈ സിപ്പ് ഫയലിനെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് കൊടുക്കുക. മൂവ് ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഹോം എടുത്തതിന് ശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ എവിടെയെങ്കിലും നമ്മൾ വേറെ ഫോൾഡറിൽ ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇവിടെ പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മാനുവലായിട്ട് ഇവിടെ എവിടെയെങ്കിലും പ്രസ് ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. നമ്മളത് കോപ്പി ചെയ്താൽ മാത്രമേ വരുള്ളൂ, മൂവ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. നേരെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുകളിലായിട്ട് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം, മാനുവൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ബാക്കപ്പ് എടുത്തതിന് ശേഷം ഫോൺ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത ഫേംവെയർ വേർഷനിലേക്ക് അപ്ഡേറ്റ് ആകും. ഞാൻ ആ രണ്ടാമത് പറഞ്ഞ ഫേംവെയർ വേർഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ആകും. അതിൽ അപ്ഡേറ്റ് ആയതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതേപോലെ തന്നെ 1877 എന്ന ഫേംവെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേ സ്റ്റെപ്പ് വീണ്ടും ചെയ്യുക. വീണ്ടും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളി അപ്ഡേറ്റ് ആയതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ വോൾട്ടി അപ്ഡേറ്റ് ആയത് കാണാം. കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.